നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന മനുഷ്യൻ, നോമ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന മനുഷ്യൻ, സകാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സകാത്ത് കടമായി വെക്കുക, സകാത്തിന്റെ കാര്യത്തിൽ എന്നെന്നും കടക്കാരനായിരിക്കുക, അങ്ങനെ ആ കടക്കാരനായി മരണപ്പെടേണ്ട ഒരവസ്ഥ വരിക. അള്ളാഹു കാക്കട്ടെ. സകാത്തൊക്കെ അതിൻ്റെ ഹക്ക് പോലെ കൊടുത്തു വീട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സത്യത്തിൽ ഗൗരവം നോക്കുമ്പോൾ ഏറ്റവും പരിഗണിക്കേണ്ടത് സകാത്തിൻ്റെ കാര്യമാണ്. അതെനിക്ക് ബാധകല്ല, ആ ഭാഗം ഞാൻ ചിന്തിക്കേണ്ടതില്ല എന്ന് പണക്കാര് പോലും ചിന്തിക്കുന്ന ഒരു കാലഘട്ടം അള്ളാഹു കാക്കട്ടെ. ശറഇന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാനുള്ള നിബന്ധനകൾ ഒത്തുകഴിഞ്ഞാൽ ആ മുതലിൻ്റെ 40-1 അത് പാവപ്പെട്ടവൻ്റെ അവകാശമായി മാറും. അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലാകെ ഹറാമ് കലർന്നൊരു സാഹചര്യമുണ്ടാകും, അവസ്ഥയുണ്ടാകും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് തന്നെ ദുനിയാവെന്നും പ്രയാസാണ്, പരലോകത്തും പ്രയാസാണ്. അല്ലാഹു തആല പറഞ്ഞതെന്താ? നിങ്ങൾ ഈ നിർബന്ധമായും കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ഇത് ഒരു പാമ്പാക്കി മാറ്റി നാളെ മഹ്ശറയിൽ ഇന്ന് നിങ്ങൾ കഴുത്തിൽ മാലയിട്ടതുപോലെ അത് പാമ്പാക്കി മാറ്റിയിട്ട് നാളെ പാമ്പിൻ്റെ മാലയാക്കി കഴുത്തിൽ ചാർത്തപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ. പടച്ചോനെ പേടി തോന്നുകയാണ്. അല്ലാഹു കാക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു കാക്കട്ടെ. വലാ يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة. എന്തൊരായത്താണ്! ولا يحسبن الذين يبخلون بما آتاهم الله من فضله. അല്ലാഹു തന്ന ഫضലിൽ നിന്ന് കൊടുക്കേണ്ട സകാത്ത് കൊടുക്കാതെ അത് പിശുക്കി വെച്ച് നിൽക്കുന്നവർ അവര് വിചാരിക്കണ്ട ഹുവ ഖൈറൻ ലഹും, അതവർക്കൊരു ഖൈറായിരിക്കും എന്ന് ഒരിക്കലും അവർ വിചാരിക്കണ്ട. അതവർക്ക് ഖൈറല്ല, ബൽ ഹുവ ശർറുൽ ലഹും, പിന്നെയോ അതവർക്ക് ഷർറായി മാറുന്നതാണ്. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. അവരാ പിശുക്കി ഉണ്ടാക്കിയതുണ്ടല്ലോ, കൊടുക്കേണ്ടത് കൊടുക്കാതെ എടുത്തു വച്ചതുണ്ടല്ലോ, സയുതവഖൂന മാലയായി ചാർത്തപ്പെടുന്നതാണ്. മാ ബഖിലൂ ബിഹി അവരാ പിശുക്കി വെച്ചത് യൗമൽ ഖിയാമ. ഖിയാമന്നാളിൽ മാലയായി ചാർത്തപ്പെടുന്നു പറഞ്ഞാൽ ആദരിക്കപ്പെടും എന്നല്ല അർത്ഥം കേട്ടോ. ആദരവിൻ്റെ മാലയല്ല. ഹബീബായ നബി തങ്ങൾ ആയത്ത് വിശദീകരിച്ചു പറഞ്ഞതിങ്ങനെയാണ്: മാമിൻ റജുലിന് ലാ യുഅദ്ദി സകാത മാലിഹി ഇല്ലാ ജഅലഹുല്ലാഹു ശുജാഅൻ ഫീ ഉനുഖിഹി യൗമൽ ഖിയാമ. അല്ലാഹുവേ കാക്കണേ പടച്ചോനെ. ഒന്ന് മനസ്സറിന് ആമീൻ പറഞ്ഞേക്ക്. കാക്കണേ റബ്ബേ. നിങ്ങളുടെ ആമീനാണ് ഏറ്റവും വലിയ കരുത്ത്. ആ ആമീൻ്റെ ബലത്തിൽ ഇൻഷാ അല്ലാ എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടായി കിട്ടണം. ദുന്യവിയും മുഖ്റവിയുമായ രക്ഷയും വിജയവും എല്ലാവർക്കും ഉണ്ടായി കിട്ടണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എന്താ ഹദീസിൻ്റെ അർത്ഥം? എന്താണ് ഹദീസിൻ്റെ അർത്ഥം? മാമിൻ റജുലിൻ, ഏതെങ്കിലും ഒരാൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, ലാ യുഅദ്ദി സകാത മാലിഹി, അല്ലാഹു അയാൾക്ക് കൊടുത്ത സകാത്ത് കൊടുക്കൽ നിർബന്ധമായ മാലിൽ നിന്ന് സകാത്ത് കൊടുത്തില്ല. സകാത്ത് കൊടുക്കേണ്ടതിൽ നിന്ന് സകാത്ത് കൊടുത്തില്ല. എന്നാൽ ഇല്ലാ ജഅലഹുല്ലാഹു ശുജാഅൻ ഫീ ഉനുഖിഹി യൗമൽ ഖിയാമ, ഖിയാമന്നാളിൽ അതിനെ അല്ലാഹു പാമ്പാക്കി മറിച്ച് കഴുത്തിൽ ചാർത്തപ്പെടും എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. പേടിക്കണം.
ചിന്തിക്കണം. കച്ചവടക്കാരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ, നമ്മളെ ഭർത്താക്കന്മാരുടെ കൂട്ടത്തിലൊക്കെ പലരും ഉണ്ടാകുമല്ലോ. കച്ചവടത്തിൻ്റെ സക്കാത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? ഒരു 495 ഗ്രാം വെള്ളിക്ക് എത്ര ക്യാഷ് വേണോ ആ ക്യാഷ് ഒരു കൊല്ലം കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ആ ക്യാഷിൻ്റെ നിസാബിലാണ് കച്ചവടം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 10-40,000 റുപ്യ ഉണ്ടാവുന്ന കൂട്ടിക്കോളി. ഏറി വന്നാൽ ഒരു 10-40,000 റുപ്യ ഒരു കൊല്ലം. ഈ 40,000 റുപ്യക്കല്ലാതെ എന്ത് കച്ചവടമാണെന്ന് നടത്തുക? അങ്ങനെയൊക്കെ കച്ചവടം നടത്തുന്നവർ പലരുണ്ടല്ലോ. ഒരു കൊല്ലമായിട്ട് തികയുമ്പോൾ നിലവിലുള്ള മുതലും കൂട്ടണം, ആ കച്ചവടത്തിൻ്റെ ഒരു കൊല്ലം കൊണ്ട് കിട്ടിയ ലാഭവും കൂട്ടണം. അത് കൂട്ടിയിട്ട് അതിൻ്റെ 40-1, ഒരു 40 ലക്ഷം റുപ്യ ലാഭം ഉണ്ടെങ്കിൽ 1 ലക്ഷം റുപ്യ സക്കാത്ത് കൊടുക്കണം. വലിയ വലിയ കച്ചവടക്കാർക്കൊക്കെ എത്ര സക്കാത്ത് കൊടുക്കേണ്ടി വരും? പക്ഷേ മനുഷ്യർ മൊത്തത്തിൽ സക്കാത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധരാണ്. ചിലപ്പോൾ വലിയ ക്യാഷ് തന്നെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും. ഈ അഡ്വാൻസിനും സക്കാത്ത് കൊടുക്കണം. ഒരാളൊരു ജ്വല്ലറി തുടങ്ങാൻ തീരുമാനിച്ചു. ആ ജ്വല്ലറിക്ക് വേണ്ടി ബിൽഡിംഗ് അയാളുടേതല്ല, ബിൽഡിങ്ങിൻ്റെ ഓണർക്ക് ഒരു 50 ലക്ഷം റുപ്യ അഡ്വാൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അല്ലെ ഒരു 20 ലക്ഷം 25 ലക്ഷം അഡ്വാൻസ് കൊടുത്തു. ഈ അഡ്വാൻസ് കൊടുത്ത ക്യാഷിന് കൊല്ലം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. മനുഷ്യർ പലരും ഈ വിഷയത്തിലൊക്കെ അശ്രദ്ധരാണ്. അതൊക്കെ അങ്ങനെ പോയാൽ മതി, നിസ്കാരും നോമ്പും ദിക്റും തസ്ബീഹും മാത്രം മതി എന്ന് വിചാരിക്കേണ്ട. സമ്പത്ത് കൊണ്ടുള്ളൊരു ജിഹാദുണ്ട്. ആ ജിഹാദ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പലയിടങ്ങളിലും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ അശ്രദ്ധരായാൽ പടച്ചോനെ പരലോകത്ത് കുടുങ്ങും. ഒരു ഹദീസിൽ കാണാം, ഇതിനൊക്കെ അല്ലാഹു തആല തീയിൻ്റെ പലകകളാക്കി മാറ്റും. നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അതിനെ തീ കൊണ്ടുള്ള ഒരു പലകയാക്കി മാറ്റും. എന്നിട്ട് അതിന് ചൂടുള്ള ആ പലക കൊണ്ട് ഇവൻ്റെ ശരീരത്തിലേക്ക് ആ പൊള്ളിക്കപ്പെടും എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്രയാണ് അതിൻ്റെയൊക്കെ ഒരു ഗൗരവം, എത്രയാണ് അതിൻ്റെയൊക്കെ ഒരു ഗൗരവം. മാമിൻ സാഹിബി ദഹബിൻ വലാ ഫില്ലാ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഒരാൾ ഒരു സമ്പന്നൻ ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹാ, ആ സമ്പത്തിൽ നിന്ന് അതിൻ്റെ ഹക്ക് വീട്ടേണ്ട പ്രകാരം വീട്ടുന്നില്ല. എന്നാൽ ഇല്ല ഇദാ കാന യൗമൽ ഖിയാമ, ഖിയാമന്നാളായി കഴിഞ്ഞാൽ സുഫിഹത് ലഹു സഫാഇഹും മിന്നാർ, ഈ സമ്പത്തിനെ അവൻ സക്കാത്ത് കൊടുക്കേണ്ട സമ്പത്ത് കൊടുക്കാതെ വെച്ചല്ലോ, അതിനെ നല്ല നരകത്തിൻ്റെ തീയിൻ്റെ പലകയാക്കപ്പെടും. ഫൗഹ്മിയ അലൈഹാ ഫീ നാരി ജഹന്നമ ഫയുഖ്വാ ബിഹാ ജംബുഹു വജബീനുഹു. ഫൗഹ്മിയ അലൈഹാ ഫീ നാരി ജഹന്നം, നരകത്തിൽ ഈ പലക കൊണ്ടവനെ വല്ലാതെ ചൂടാക്കപ്പെടും, പൊള്ളിക്കപ്പെടും. ഫയുഖ്വാ ബിഹാ ജംബുഹു വജബീനുഹു വലഹ്റുഹു, അവൻ്റെ പുറവും അവൻ്റെ സൈഡ് ഭാഗവും ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെയും അതുകൊണ്ട് കരിച്ചു കളയും. കുല്ലമാ ബറദത് ഉഈദത് ലഹു ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. മഹ്ശറയിൽ നിന്ന് തന്നെ ഈ ശിക്ഷ തുടങ്ങുന്നതാണ്. അതാ വലിയ രസം. സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് നരകത്തിലെത്താൻ കാത്തു നിൽക്കേണ്ടി വരില്ല. മഹ്ശറയിൽ വെച്ച് തന്നെ ഈ നിലയിലുള്ള അദാബ് തുടങ്ങും. അവൻ്റെ ശരീരമാകെ കത്തിക്കരിക്കപ്പെടുന്ന രൂപത്തിൽ ഈ അഗ്നി കൊണ്ട്, അഗ്നിയുടെ പലക കൊണ്ട് ചൂടാക്കപ്പെടും. പടച്ചോന് സക്കാത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധരാകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇപ്പം നമ്മളൊരു കുറിയിൽ കൂടി, കുറച്ച് വലിയ കുറിയാന്ന് വിചാരിക്കുക. അങ്ങനെ ആ കുറിയിൽ പൈസ ഇങ്ങനെ നിക്ഷേപിച്ച് ഒരു 595 ഗ്രാം വെള്ളിയുടെ ക്യാഷ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു കൊല്ലാണ്ട് പൂർത്തിയായാൽ അതിന് സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും.
അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, പ്രോവിഡന്റ് ഫണ്ട് ഗവൺമെൻറ് പിടിച്ചു വെക്കുന്നുണ്ട്, ഇയാൾ കൊല്ലങ്ങളായി ഇങ്ങനെ ഔദ്യോഗിക തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഉദ്യോഗസ്ഥനാണ്. ഈ പിടിച്ചു വെച്ച ഫണ്ട് സക്കാത്തിൻ്റെ ഫണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കൊല്ലം കൊല്ലം അതിനതിൻ്റെ സക്കാത്ത് കൊടുക്കണം. അത് 1,00,000-ന് 2,500 വെച്ച് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ബാധ്യതയാണ്, നിസാരമെന്ന് കരുതരുത്. അള്ളാഹുവേ, ഒരാളെ കയ്യിൽ 1,00,000 റുപ്യ വന്നാൽ അതിന് 2,50,000 2,500 സക്കാത്ത് കൊടുക്കണം എന്നല്ല പറഞ്ഞത്. ഒരാളെ കയ്യിൽ ഇപ്പോൾ ഒരു 5,00,000 റുപ്യ കിട്ടി, അയാളൊരു സ്ഥലം വിറ്റിട്ട് കിട്ടിയതാണ്. അതയാൾ 6 മാസം അയാളെ കയ്യിൽ വെച്ചു. 6 മാസം കയ്യിൽ വെച്ചപ്പോൾ അതിനുശേഷം പിന്നീട് അയാൾ അതുകൊണ്ട് മറ്റൊരു സ്ഥലം വാങ്ങി. കച്ചവടത്തിന് വാങ്ങിയതൊന്നുമല്ല, അയാൾ ജസ്റ്റ് പിന്നീട് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ മക്കൾക്കോ ഇനി എനിക്കോ ഒക്കെ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. 6 മാസം 5 ലക്ഷം രൂപ ഇയാളെ കയ്യിൽ നിന്നു. എന്നാ അതിന് സക്കാത്ത് കൊടുക്കണോ? അതിന് സക്കാത്ത് കൊടുക്കണ്ട. സക്കാത്ത് കൊടുക്കണമെങ്കിലുള്ള നിബന്ധന എന്തെന്ന് ചോദിച്ചാൽ, ഈ സക്കാത്തിന്റെ നിസാബ് 595 ഗ്രാം വെള്ളിയുടെ ക്യാഷ് 1 കൊല്ലം നമ്മുടെ കയ്യിൽ നിൽക്കണം. കയ്യിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉടമസ്ഥതയിൽ, നമ്മുടെ വീട്ടിലോ ഇനി നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കടമായി കൊടുത്തതാണ്, ക്യാഷ് നമ്മളുടേത് തന്നെയാണ്, എപ്പോൾ ചോദിച്ചാലും കിട്ടുന്ന തരത്തിലുള്ള കടമാണ് കൊടുത്തത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് 1 കൊല്ലം പൂർത്തിയാകലോടുകൂടെ 1,00,000-ന് 2,500 വെച്ച് സക്കാത്ത് കൊടുക്കണം. അപ്പം 5 ലക്ഷം ഉണ്ടെങ്കിൽ 12,500 റുപ്യ 1 കൊല്ലം കൊണ്ട് നമ്മുടേതല്ലാതെയാവും. അത് സാധുക്കളുടെ അവകാശമായി മാറും. ഇത് ശ്രദ്ധിക്കണം. ഒരിക്കലിനോട് ഒരാൾ ചോദിച്ചു, ഹജ്ജിന് വേണ്ടിയിട്ട് പണം കെട്ടിയിരുന്നു 3.5 ലക്ഷം റുപ്യ. പിന്നെ ഹജ്ജിനൊന്നും പോകാൻ കഴിഞ്ഞില്ല. ആ ഹജ്ജിന്റെ ക്യാഷ് 3.5 ലക്ഷം രൂപ 1 കൊല്ലം കയ്യിൽ നിന്നു. അത് ഹജ്ജിന് വേണ്ടി എടുത്തതല്ലേ ഉസ്താദെ, അതിന് സക്കാത്തൊന്നും ഇല്ലല്ലോ. ചോദ്യം തന്നെ അങ്ങനെയാണ്. അതിന് സക്കാത്തൊന്നുമില്ലല്ലോ. ഹജ്ജിന് വേണ്ടി എടുത്തു വെച്ച ക്യാഷാണെങ്കിലും 1 ലക്ഷോ 2 ലക്ഷോ 3 ലക്ഷോ അതിനപ്പുറം 1 കൊല്ലം നമ്മളെ കയ്യിൽ ബാക്കിയായി ബാലൻസായി അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ 40-1. ഇപ്പം 40,000 റുപ്യ ഉണ്ടെങ്കിൽ 1000 റുപ്യ അത് ആരാൻ്റെ ഹക്കായി മാറി, ആരാൻ്റെ അവകാശമായി മാറി. അത് നിസാരവൽക്കരിക്കരുത് എന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരോട് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. 1 കൊല്ലം തികയണമെന്നത് നിബന്ധനയാണ്. അതിന് 11 മാസം കയ്യിൽ വെച്ചത്, 11 മാസം കയ്യിൽ വെച്ചതിന് ശേഷം മറ്റാർക്കോ കൊടുത്തു, കുഴപ്പമില്ല, അതിന് സക്കാത്തില്ല. ശറഇൽ നിർബന്ധമാകണമെങ്കിൽ സമ്പൂർണമായും 1 കൊല്ലം അറബി കണക്ക് പ്രകാരം 1 കൊല്ലം പൂർത്തിയാവണം. ഇത് കർശനമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ ഗൗരവം കൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി, അല്ലാഹനെ തന്നെയാണ് സത്യം, ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്, സക്കാത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ വ്യത്യസ്തതയുണ്ട്, വേർതിരിവുണ്ടെന്ന് ഒരുത്തൻ വാദിച്ചാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യും. സക്കാത്ത് നിസ്കാരം പോലെ അത്ര നിർബന്ധമൊന്നുമില്ല, അത് അത്ര വലിയ ഗൗരവമുള്ളൊരു സംഗതിയൊന്നല്ല എന്ന് ഒരുത്തൻ വാദിച്ചാൽ, ലഉഖാതിലന്ന, ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും, മൻ ഫറഖ, വേർതിരിച്ചവനോട്, ബൈന സ്വലാത്തി വസ്സക്കാ, നിസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും ഇടയിൽ വേർതിരിവ് കാണിച്ചു. നിസ്കാരത്തിൻ്റെ അത്ര ഗൗരവമൊന്നും സക്കാത്തിനില്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യും. എന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ട്? ഫഇന്ന സകാത ഹഖുൽ മാൽ, സക്കാത്ത് എന്നത് സമ്പത്തിന്റെ ഹക്കാണ്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ മനഊനി ഇഖാലൻ കാനൂ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ഖാതിലന്നഹു അലാ മൻഇഹി. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലൊക്കെ നല്ല പോലെ സക്കാത്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചിരുന്ന ആളുകൾ
റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഒരൊട്ടകത്തെ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കടിഞ്ഞാണും കൂടെ തന്നെ കൊടുത്തിരുന്നു. ഇപ്പോ ഒട്ടകത്തെ സക്കാത്ത് കൊടുക്കുമ്പോൾ ഒട്ടകം മാത്രമേ തരുള്ളൂ, കടിഞ്ഞാണ് തരൂല എന്ന് പറഞ്ഞ് ആ കടിഞ്ഞാൺ പോലും ആരെങ്കിലും തടഞ്ഞു വെച്ചാൽ അത് തടഞ്ഞു വെച്ചതിൻ്റെ പേരിൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്രയാണ് അതിൻ്റെ ഗൗരവമെന്ന് ചിന്തിക്കണം. നിസ്സാരമായി കാണാൻ പാടില്ല. അപ്പോൾ നമ്മളോട് പറയാ, നമ്മളൊക്കെ ആരുടെയെങ്കിലും അടുത്ത് 1,00,000 ഉറുപ്പ്യുണ്ട്, അതൊരു കൊല്ലം പൂർത്തിയായി നമ്മൾ അൾമറയിൽ വെച്ചോ അല്ലെ ബാങ്കിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റാരുടെയും കയ്യിൽ ഏൽപ്പിച്ചു, അതിൻ്റെ പൈസയാണ്, എനിക്കിടക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ തരണമെന്ന് പറഞ്ഞ് 100% വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിച്ചു. 1,00,000 ഉള്ളൂ. ആള് പാവാണ്, ചെറിയ വീടാണ്, 5 സെന്റ് സ്ഥലവും അതിൽ ചെറിയ ഒരു കൂരയുമാ ഉള്ളത്. എല്ലാ ദിവസവും അധ്വാനിച്ച് കഴിക്കുന്ന ആളാണ്, അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. സംഗതി അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു കൊല്ലം ഈ സക്കാത്തിന്റെ നിസാബ് അത് കയ്യിലുണ്ടാവുകയും ഒരു കൊല്ലം പൂർത്തിയാവുകയും ചെയ്താൽ അത് ഇവൻ ചിന്തിക്കണം, അതിൻ്റെ 40-1 ആരാന്റെ ഹക്കായി. നമുക്കൊരു സങ്കല്പമുണ്ട്, വലിയ മുതലാളിമാരെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ. 5 സെന്റ് സ്ഥലവും അതിൽ ചെറിയ ഒരു കൂരയും, കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. അയാൾക്ക് അനന്തര സ്വത്ത് കിട്ടി, ആ സ്ഥലം വിറ്റു, അങ്ങനെ ഒരു 5 ലക്ഷം ഉറുപ്പ്യ കിട്ടി. ഈ 5 ലക്ഷം ഒരു കൊല്ലം കയ്യിൽ വെച്ചാൽ ഇവനും സക്കാത്ത് കൊടുക്കണം. ഇനി 1 ലക്ഷമാണെങ്കിൽ അല്ലെ 50,000 എന്ന് വിചാരിക്കേ, 50,000 ഒരു കൊല്ലം പൂർണ്ണമായി കയ്യിൽ വെച്ചു. അത് ഓരോ ഘട്ടത്തിലും അതിൻ്റെ നിസാബ് മാറും. ഈ കൊല്ലം എത്രയാണോ അതാവില്ല അടുത്ത കൊല്ലം. വെള്ളിയുടെ വിലക്കനുസരിച്ചാണ് കണക്ക് കൂട്ടുക. 1 ഗ്രാം വെള്ളിക്ക് എത്ര? 595 ഗ്രാം വെള്ളിക്ക് ഈ ഒരു സാഹചര്യത്തിൽ എത്രയാണോ വില, ആ വില കണക്കാക്കിയിട്ട് അതിൻ്റെ നിസാബ് എത്തണം. അത് ചിലപ്പോൾ 45,000 ആവും, ചിലപ്പോൾ 46,000 ആവും, ചിലപ്പോൾ 37,000 ആവും, ചിലപ്പോൾ 60,000 ആവും. അത് വെള്ളിയുടെ വില മാറുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പം 595 ഗ്രാം വെള്ളിക്കുള്ള ക്യാഷ് അത് നമ്മളെ കയ്യിൽ ഒരു കൊല്ലം പൂർത്തിയായുണ്ടായാൽ അവൻ അതിൻ്റെ 40-1 സക്കാത്ത് കൊടുത്തോളണം. ഇതാണ് ശറഇന്റെ നിയമം. അള്ളാഹു ശറഇന്റെ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്നാൽ വസ്സകാത്തു മഗ്റമാ, സക്കാത്തിന്റെ കാര്യത്തിൽ ഈ ഒരു ശ്രദ്ധയുണ്ടാവാതെ, ഈ ഒരു ഉണർവുണ്ടാവാതെ, വേണ്ട വിധത്തിൽ ആലോചനയില്ലാതെ സക്കാത്ത് കടമാക്കി വെക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, നിങ്ങൾ പറ, ഇപ്പൊ ഈ നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ ഉള്ള അത്ര ഒരു ശ്രദ്ധ സക്കാത്തിന്റെ കാര്യത്തിൽ പൊതുവെ ഉണ്ടോ? കൊടുക്കേണ്ട കാര്യം പറയുമ്പോൾ നിങ്ങൾ ഉറങ്ങിക്കോളി, എന്നാ പിന്നെ സുഖാണല്ലോ. എനിക്കറിയില്ല ഇനി, അത് ഞാൻ കേട്ടിട്ടില്ല ഇനി. അന്ന് ക്ലാസ്സിൽ പോയപ്പോൾ ഉറങ്ങിപ്പോയി, ഇനി പഠിച്ചോനെ എന്ന് പറയാന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാതിരിക്കുകയാണോ? കൊടുക്കേണ്ട കാര്യം പറയുമ്പോൾ പഠിച്ചോൻ ഇതൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താനുള്ളതാണ്, നമ്മളെ സമ്പത്തിൻ്റെ അഴുക്കിന് നമ്മൾ നീക്കിക്കളയലാണ്. അള്ളാഹു ഇതിലൊക്കെ നീതി പുലർത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ ഈ സമ്പത്തിൻ്റെ പേരിൽ, അശ്രദ്ധൻ്റെ പേരിൽ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു നമ്മളെ പിടിച്ച് ചോദ്യം ചെയ്ത് നരകത്തിൻ്റെ അഹലുകാരനാക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഹക്കൊക്കെ ഹക്ക് പോലെ പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 1 ഉറുപ്പ്യാണെങ്കിൽ പോലും നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലരുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഉറപ്പിച്ചോളൂ, ബറക്കത്ത് നഷ്ടപ്പെടും. 1 ഉറുപ്പ്യാണെങ്കിൽ പോലും നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നാൽ, ആരാന്റെ ഹക്ക് കലർന്നാൽ കഴിഞ്ഞു കഥ. പിന്നെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാവില്ല. പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് വലിയ സൗകര്യം സന്തോഷമൊക്കെ തോന്നുമെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നീറ്റലായിരിക്കും,
പ്രശ്നങ്ങളായിരിക്കും, കുടുംബത്തിൽ പ്രതിസന്ധിയായിരിക്കും, വളർന്നു വരുന്ന മക്കളിലൂടെ പോലും അത് പ്രതിഫലിച്ച് കാണും. ഹറാമായ സമ്പാദ്യമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ, അവർക്ക് കൊടുക്കുന്നതെങ്കിൽ, മക്കളിലൂടെ പോലും അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. ജല്ല ജലാലായ റബ്ബേ, നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഒരു ഉറുപ്യ പോലും ഹറാമിൻ്റേത് ഞങ്ങളിലേക്ക് നീ എത്തിക്കരുതേ റബ്ബേ. അതാണ് വസ്സകാത്തു മഗ്റമാ, സകാത്ത് കടമാക്കി വെക്കുന്ന ഒരു കാലഘട്ടം വന്നു.